ഹായ്, എല്ലാവർക്കും വലിയ ചിരി റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഗൗതം അറിയാൻ പോവാണ് കേട്ടോ. CKC ആണ് അച്ഛൻ എന്നുള്ളത്. അതും ഡയറക്റ്റായിട്ടല്ല, ഒളിഞ്ഞിന്ന് കേൾക്കണത് തന്നെയാണ്. നമ്മുടെ നിർമ്മലയും CKCയും തമ്മിൽ സംസാരിക്കണത് കേൾക്കണം കേട്ടോ. അപ്പോൾ CKC ഇതിലും പിന്നെയും കുറച്ച് കളികളൊക്കെ കളിക്കുന്നുണ്ട്, മകൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർ സംസാരിക്കണത് ഗൗതം കേൾക്കുകയാണ്. അപ്പോൾ CKC പറയുന്നുണ്ട്, ഭയങ്കര ഇതിൽ സഹതാപത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും വർഷം 30-31 വർഷങ്ങൾക്ക് മുൻപേ നിന്നോട് ചെയ്ത് ചതിക്കുള്ള പരിഹാരമാണത്. അപ്പോൾ ഇനി നിൻ്റെ മകനല്ല, ഇത് നമ്മുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർത്തമാനമാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് മകനെ കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ജ്യോതിർമയുടെ വരവ്. അപ്പോൾ ഇവർ അവിടെ നിന്ന് പെട്ടെന്ന് മാറുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ പെട്ടെന്ന് മാറി നോക്കുമ്പോൾ ജ്യോതിർമയി വരുന്നത് നമ്മുടെ ഗൗതമും കാണുകയാണ്. ഇതങ്ങോട്ട് കേട്ടോട് കൂടിയിട്ട് ഗൗതമിന് ആകെ ടെൻഷനും വിഷമമൊക്കെ ആയിട്ടോ. എന്നിട്ട് ഗൗതം ഇങ്ങനെ പറയുന്നുണ്ട്, ഇയാളെ അറിയാൻ വേണ്ടിയിട്ടാണോ, ഇത്രയും വൃത്തികെട്ടവനാണോ, ഞാൻ ലോകത്തിലെ ഏറ്റവും വെറുക്കുന്ന ആളാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പം അറിയണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അച്ഛൻ ആരാണെന്ന് എനിക്ക് അറിയേ വേണ്ടായിരുന്നു എന്നൊക്കെ ഗൗതം ഇങ്ങനെ മനസ്സിൽ പറയണം കേട്ടോ. ഞാൻ എന്താ പറയുക, എൻ്റെ ശത്രു ആവാൻ പോലും യോഗ്യതയില്ലാത്തൊരു മനുഷ്യനാണ് എൻ്റെ അച്ഛൻ എന്നറിഞ്ഞപ്പോൾ എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗൗതം ശരിക്കും അവിടെ തളരുകയാണ് കേട്ടോ. അപ്പോൾ CKCയോടുള്ള കാര്യം ഇത്രയും വർഷം മുമ്പേ നിർമ്മലയെ ചതിച്ചിട്ട് പോയതിൻ്റെ ആ കലിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഗൗതം അവിടുന്ന് എങ്ങനെയൊക്കെയോ വലിഞ്ഞിങ്ങനെ നടക്കുന്ന സമയത്താണ് കുറച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് CKCയുടെ ആ ചാരനുണ്ടല്ലോ, പ്രൊജക്റ്റ് ഇവർക്ക് കൊടുക്കല്ലേ എന്ന് പറഞ്ഞ ചാരനും കൂടിയിട്ട് സംസാരിക്കണത് കാണണം കേട്ടോ ഗൗതം. അപ്പോൾ ഗൗതം അതും ഒളിഞ്ഞിന്ന് ഇങ്ങനെ കുറച്ച് ദൂരെ നിന്നിട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ CKC ചോദിക്കുന്നുണ്ട്, എന്താ ഇത് എങ്ങനെ സംഭവിച്ചു, എനിക്കുള്ള പ്രൊജക്റ്റ് എങ്ങനെ അവർക്ക് പോയി, നീയല്ലേ പറഞ്ഞത് ഗൗതം സൈൻ ചെയ്യാതെ പ്രൊജക്റ്റ് കൊടുക്കില്ല എന്നുള്ളത്, മാനേജർ പറഞ്ഞു, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അത് ചെയർമാൻ ഞാൻ അറിയാതെ തന്നെ ചെയർമാനും ഗൗതമും കൂടിയിട്ട് സംസാരിച്ചിട്ട് അത് ഒരു വഴിക്കാക്കിയിരുന്നു. ഇനിയിപ്പോൾ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ CKC പറയുന്നുണ്ട്, പറ്റില്ല, അത് എന്തായാലും എനിക്ക് കിട്ടിയേ പറ്റൂ, അതിന് എത്ര പണം മുടക്കിയാലും വേണ്ടില്ല, ഇത് ഈ പ്രൊജക്റ്റിൻ്റെ 40% കമ്മീഷനായിട്ട് നിനക്ക് തരാം, പകരം ഇതിനെന്തെങ്കിലും ഒരു വഴി നീ വിചാരിച്ച് എനിക്ക് ഇത് നേടിത്തന്നേ പറ്റൂ, ഇതെൻ്റെ അഭിമാന പ്രശ്നം കൂടിയാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 40%, അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ 10-60 കോടി എത്രയോ രൂപ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പിന്നെയും ഒന്ന് ആലോചിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഗൗതം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചെയർമാന് സെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഗൗതമിനെ കൊണ്ട് ചെയ്യിക്കാതിരുന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ പിന്നെയും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട്, വാക്ക് പാലിക്കാത്തവനാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രൊജക്റ്റ് തരാം. അപ്പോൾ CKC പറയുന്നത് അതിൽ സെക്കൻഡ് ചാൻസ് CKCക്ക് കിട്ടേണ്ട പ്രൊജക്റ്റ് ആയിരുന്നല്ലോ, CKC അതും പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതാണ് CKCക്ക് ആകെ ദേഷ്യം വന്നത് കേട്ടോ. CKC പറയുന്നത് അതാണ് ഇത്രയും ഓഫറും കൊടുത്തത്. അപ്പോൾ CKC പറഞ്ഞത്, അത് ഞാൻ ചെയ്തോളാം, എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം, ഈ പൈസയും എനിക്കൊരു പ്രശ്നമില്ല, പക്ഷേ ഈ പ്രൊജക്റ്റ് അതെനിക്ക് കിട്ടിയേ പറ്റൂ, നിർബന്ധമായിട്ട് എനിക്ക് കിട്ടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതേ ഒരു വഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്, അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗൗതം. ആ സമയത്ത് ഗൗതമിന് ഇതും കൂടി കേട്ടപ്പോൾ അങ്ങോട്ട് കാലി ഇളകിട്ടോ. പ്രണവിനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിക്കേണ്ടതും പിന്നെ ഈ പ്രൊജക്റ്റ് തട്ടിയെടുക്കാൻ നോക്കിയതും എല്ലാം കൂടി അറിഞ്ഞപ്പോൾ ഒന്നാമത് അച്ഛനാണെന്നുള്ള അറിവും അതും കൂടി ഇപ്പോൾ ഗൗതം ഓടി വന്നിട്ട് നല്ല അടിയാണ് പരസ്പരം രണ്ടുപേരും കേട്ടോ. അപ്പോൾ CKCക്ക് അറിയില്ലല്ലോ ഇത് അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ CKC ഇതിൻ്റെ ഇടയ്ക്ക് ഈ സന്തോഷം ജ്യോതിർമയെ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനൊരു ചാൻസും കൂടി ഉണ്ട് നമുക്ക് കിട്ടാൻ എന്നുള്ളത്. അപ്പോൾ ജ്യോതിർമയ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ അടി മുഴുവൻ നടന്നത്. അങ്ങനെ ഗൗതമിനെ നിധി വന്ന് എങ്ങനെയൊക്കെയോ പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയ ഗൗതം, എന്താ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറണേന്ന് ചോദിക്കുമ്പോൾ അയാളുണ്ടല്ലോ, അയാളെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, അയാളെ കൊല്ലും ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മാത്രം ഇപ്പോൾ എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം ആണെങ്കിൽ തുറന്ന് പറയണില്ല, അറിഞ്ഞതായിട്ട് ഗൗതം നടിക്കണില്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് അയാളെ എനിക്ക് കണ്ണിന് മുന്നിൽ കണ്ട തല്ലി കൊല്ലും ഞാൻ, ഇനിയും തല്ലും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗതം നിൽക്കണത്. അതിൻ്റെ ഇടയ്ക്ക് ജ്യോതിർമയി ഓടി വരുന്നുണ്ട്. നോക്കുമ്പോൾ CKC ആകെ വയ്യാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ CKCനെ പിടിച്ചിട്ട് ചോദിക്കേണ്ടത് എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഗൗതം എന്താന്ന് പറയുമ്പോൾ ഇനി അഹങ്കാരം തീർന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിളിക്കാൻ നിൽക്കണം കേട്ടോ, തല്ലാൻ വേണ്ടിയിട്ട്. പറയും പറ്റില്ല, അവൻ്റെ കണ്ണിലൊക്കെ നല്ല തീജ്വാലയാണ്, അവൻ എന്തോ പറ്റിയിട്ടുണ്ട്, അവനങ്ങനെ ഒതുക്കാൻ പറ്റില്ല, എത്ര ആൾ വന്നാലും ചിലപ്പോൾ അവൻ അടിച്ചിട്ടൊന്ന് വരും, അവനെ ഒതുക്കാൻ വേറൊരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ രഹസ്യം പറഞ്ഞു കൊടുക്കണം കേട്ടോ നമ്മുടെ ജ്യോതിർമയുടെ അടുത്ത്. എന്നിട്ട് രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പ്രണവിൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധമായിട്ട് ആ പ്രൊജക്റ്റ് തട്ടിയെടുക്കാനുള്ള എന്തോ പണിയുണ്ട് കേട്ടോ CKC. അപ്പോൾ ഓക്കെ, ആ പണി എന്താണെന്ന് അടുത്ത എപ്പിസോഡിലായിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.